Good morning. Financial accounting final accounts of proprietary concerns എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ പഠിച്ച എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും വരുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പുതുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ. നമ്മുടെ കമ്പനിയിലെ എന്തെങ്കിലും നഷ്ടം, എന്തെങ്കിലും ആപത്തുണ്ടായാൽ, അബ്നോർമൽ ഇവന്റ് ഉണ്ടായാൽ, സപ്പോസ് ഫയർ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എർത്ത് ഉണ്ടാവാം, ഫ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവാം. ആ രീതിയിൽ എന്തെങ്കിലും അബ്നോർമൽ ഇവന്റ്സ് ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവുന്ന ലോസസിനെ എന്തിനാണ് വിളിക്കുക? അബ്നോർമൽ ലോസസ് എന്നാണ് വിളിക്കുക. ആ ലോസസ് ഉണ്ടായാൽ അത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് നമുക്ക് രണ്ട് രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടതായിട്ട് വരിക. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ മൊത്തം ബിസിനസ്സിന് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ ഒന്നും തരില്ല. കാരണം നമ്മൾ ഇൻഷുർ ചെയ്ത ഇവന്റ് കൊണ്ടാവില്ല ചിലപ്പോൾ ലോസ് ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇന്ന ഐറ്റംസ് ഇവന്റുകൾക്ക് മാത്രമേ കവറേജ് കിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് ആണെങ്കിൽ, ഇൻഷുറൻസ് കോൺട്രാക്റ്റിന്റെ ഉള്ളിലില്ലാത്ത ഏതെങ്കിലും ഒരു ഇവന്റ് ആണ് നമ്മുടെ കമ്പനിയിൽ നടന്നതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ തരില്ല. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം തരില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ പറയുന്നത്, നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇവന്റ് കൊണ്ട് തന്നെയാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്, അപ്പോൾ അവർ കോമ്പൻസേഷൻ തരും. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? ഈ രണ്ട് രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്കിത് നോക്കാം. ട്രീറ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഈ രീതിയിൽ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ വന്നാൽ ഏത് രീതിയിലാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് നോക്കാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പഠിക്കേണ്ടത്. ആദ്യത്തേത്, ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്. ചില കമ്പനിക്കാർ എന്താ, ചിലപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു റീസൺ കൊണ്ടല്ല നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ പറഞ്ഞ എർത്ത് ഉണ്ടായാൽ നമ്മൾ കോമ്പൻസേഷൻ തരില്ല. അത് നമ്മുടെ കോൺട്രാക്റ്റിന്റെ ഉള്ളിലില്ലാത്ത ഒരു ഇവന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ബൈ ചാൻസ് നമുക്ക് എർത്ത് കൊണ്ടാണ് നമുക്ക് കമ്പനിയുടെ നഷ്ടം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടില്ല. അപ്പൊ അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്. ഒന്നല്ലെങ്കിൽ കമ്പനി ഇൻഷുറൻസ് എടുത്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉണ്ടായ ഇവന്റ് ഇൻഷുറൻസ് കവറേജിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഇവന്റ് അല്ല. അങ്ങനത്തെ കേസിൽ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം. ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. നമുക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വെച്ചാലും നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് അത് വെച്ച് കുറയാണ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഇപ്പോൾ മൊത്തം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ 1,00,000 രൂപ ഉണ്ടാകുന്ന വിചാരിക്കുക. ആ 1,00,000-ലെ 10,000 രൂപ നമ്മൾ എന്താണ് നഷ്ടമുണ്ടായി, തീപിടുത്തം ഉണ്ടായിട്ട് നശിച്ചു പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് എത്രയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ? 1,00,000-ൽ നിന്ന് 10,000 കുറഞ്ഞു. അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ടാവാനാ പാടുള്ളൂ? 90,000 ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 10,000 കുറയ്ക്കണം. 10,000 കുറയ്ക്കാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഏത് സൈഡിൽ എഴുതാറ്? ഡെബിറ്റ് സൈഡിലാണ് എഴുതാറ്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. അപ്പൊ അതാണ് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ലോസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തത്, ദ സെയിം എമൗണ്ട് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി P&L അക്കൗണ്ട്. പിന്നെ നമുക്ക് നഷ്ടമാണ് ഉണ്ടായത്, ചെലവാണ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എത്രയാണോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ എമൗണ്ട് ഷുഡ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി P&L അക്കൗണ്ട്. നമ്മൾ സാധാരണ എക്സ്പെൻസുകളൊക്കെ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണല്ലോ എഴുതാറ്. അതുപോലെ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ട്രേഡിംഗ് അക്കൗണ്ടിലും P&L അക്കൗണ്ടിലും ഒരെണ്ണം ബാലൻസ് ഷീറ്റിലാണ് വരിക. പക്ഷെ ഇതിൽ വരുന്നില്ല, ബാലൻസ് ഷീറ്റിൽ വരുന്നില്ല. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും രണ്ടാമത്തത് P&L അക്കൗണ്ടിലുമാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാട്ടോ.
ഇത്ര നാൾ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ട്രേഡിങ്ങിലോ P&L ഒരെണ്ണം ബാലൻസ് ഷീറ്റിലോ, അങ്ങനെയല്ല ഇതിന്റെ വരിക. ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായത് എത്ര എമൗണ്ടിന്റെ നഷ്ടമാണോ അത്രയ്ക്ക് എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അത് അത്രയ്ക്ക് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു നഷ്ടമാണ്, എക്സ്പെൻസ് ആയതുകൊണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും വേണം. അതാണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇനി ജേർണൽ എൻട്രി എന്താ നോക്കാം. ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ അത് നമ്മൾ P&L അക്കൗണ്ട് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. P&L അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട്. അങ്ങനെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളാണ് നമുക്ക് പാസ്സാക്കേണ്ടതായിട്ട് വരിക. ഒന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ജേർണൽ എൻട്രി ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ നമ്മൾ ആ നഷ്ടം എവിടുന്ന കോമ്പൻസേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. P&L അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടുമാണ് ജേർണൽ എൻട്രി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ല, കമ്പനിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആ കമ്പനിക്ക് എന്തില്ല, ഇൻഷുറൻസ് കവറേജ് ഇല്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, രണ്ടാമത്തത് ഒരു എക്സ്പെൻസ് പോലെ ട്രീറ്റ് ചെയ്തിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും വേണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻഷുറൻസ് എടുക്കാത്ത കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത ഒരു ഇവന്റ് നടന്ന ഏതെങ്കിലും ഒരു കമ്പനി ആണെങ്കിൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇഫ് ദ ഗുഡ്സ് ആർ ഇൻഷുവേർഡ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ദ ക്ലെയിം ഇൻ ഫുൾ. അതായത് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു, അവർ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും ചെയ്തു, കമ്പനിക്ക് എത്രയാണോ നഷ്ടപ്പെട്ടത് അത് മുഴുവൻ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കേസ് നോക്കാം. The total loss should be shown on the credit side of the trading account. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചോണം തന്നെ നമുക്ക് എത്ര രൂപ വരെയാണ് നഷ്ടം ഉണ്ടായത് ആ എൻറ്റയർ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. Amount due from the company should shown on the asset side of the balance sheet. നമുക്കിപ്പോൾ 5000 രൂപ വരെ നഷ്ടമാണ് ഉണ്ടായെന്ന് വിചാരിക്കുക. 5000 രൂപ ഫുള്ളും ആര് തന്നിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനി തിരിച്ചു തന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അതായത് 5000 രൂപ വെറുത്തുള്ള അസറ്റ് കത്തിപ്പോയി, അതിന് പകരമായിട്ട് നമുക്ക് 5000 രൂപയായിട്ട് ഇൻഷുറൻസ് കമ്പനി കവറേജ് തന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് എവിടേക്ക് പോവില്ല, P&L അക്കൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നേരത്തെ എന്തുകൊണ്ട് P&L അക്കൗണ്ടിലേക്ക് പോയത്, നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടിയില്ല, നമുക്ക് ഉണ്ടായ നഷ്ടം മുഴുവൻ നമുക്ക് നഷ്ടപ്പെടാണ് ചെയ്തത്. എത്ര രൂപയാണ്, 5000 രൂപ കത്തിയിട്ടുണ്ടെങ്കിൽ 5000 രൂപ വരെ നഷ്ടം നമുക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത് നേരത്തെ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടി, ഇൻഷുറൻസ് കമ്പനി ആ ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുക. കാരണം അത് നമുക്കൊരു അസറ്റ് ആണല്ലോ, നമ്മൾ കത്തിപ്പോയി എന്ന് വിചാരിച്ചിട്ട് സാധനത്തിന് നമ്മൾ എമൗണ്ട് കിട്ടി. അപ്പോൾ അത് എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കണം. അതാണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതി. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് സെയിം ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തത് നമുക്ക് ഫുൾ എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ട് അത് നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഇനി അടുത്ത ജേർണൽ എൻട്രി ആണ് ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഗുഡ്സ് ബൈ സ്റ്റോക്ക് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ജേർണൽ എൻട്രി പഠിച്ചല്ലോ. ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് മറ്റേതിൽ എന്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി എഴുതാൻ പറ്റാതിരുന്നത്, നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, പിന്നെ ഇല്ലാത്ത കവറേജ് ഇല്ലാത്ത ഒരു ഐറ്റത്തിൻ്റെ മുകളിൽ ഇൻഷുറൻസ് കമ്പനി എടുക്കാൻ എന്ന് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്, ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന വേറൊരു കേസും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഫുൾ എമൗണ്ട് എത്രയാണോ നഷ്ടപ്പെട്ടത് മുഴുവൻ ആര് തിരിച്ചു തന്നു, ഇൻഷുറൻസ് കമ്പനി തിരിച്ചു തന്നാൽ എന്തായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇഫ് ദ ഗുഡ്സ് ആർ ഇൻഷുവേർഡ് ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ദ ക്ലെയിം ഇൻ പാർഷ്യൽ. ഇതെന്നുണ്ടായത്,
നമ്മൾ നേരത്തെ പോലെ തന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ നിന്നും എന്താ വ്യത്യാസം? നേരത്തെ നമുക്ക് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് ആ ഫുൾ എമൗണ്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞു. അതാണ് അതിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുമുണ്ട്, നമുക്ക് പകുതി എമൗണ്ട് അല്ലെങ്കിൽ പാർഷ്യൽ എമൗണ്ട്, ഫുൾ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്കിപ്പോൾ 5000 രൂപയുടെ ഗുഡ്സ് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സർട്ടൻ 4000 രൂപയൊക്കെയോ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 1000 രൂപ നമുക്ക് നഷ്ടമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അങ്ങനത്തെ കേസാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 3 കേസ് പഠിച്ചു. ആദ്യത്തെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടേ ഇല്ല, രണ്ടാമത്തേൽ ഇൻഷുറൻസ് എടുക്കും ചെയ്തു, ഫുൾ എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടും ചെയ്തു. ഇനിയിപ്പോൾ പഠിക്കാൻ പോണത് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുമുണ്ട്, പക്ഷെ ഫുൾ എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടിയില്ല, കുറച്ച് രൂപ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായാൽ എന്താണ് ജേർണൽ എൻട്രി എന്നാണ് നമുക്ക്, അല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ 3 കേസിലായാലും ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് ഗുഡ്സ് നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. Amount due from insurance company should shown on the asset side of the balance sheet. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചോണ്ട് നമുക്ക് ഫുൾ എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് P&L അക്കൗണ്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. ഫുൾ എമൗണ്ട് നമുക്ക് എവിടെ എഴുതാമായിരുന്നു? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫുൾ എമൗണ്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ട് നമ്മൾ എവിടെ എഴുതാം? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ എഴുതാം. ദ എമൗണ്ട് അൺഅഡ്മിറ്റഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഈസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇനി നമുക്ക് കിട്ടാത്ത എമൗണ്ട്, കോമ്പൻസേഷൻ കുറച്ച് കിട്ടാത്ത എമൗണ്ട് ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെയും രണ്ടാമത്തേന്റെയും 3 അഡ്ജസ്റ്റ്മെന്റും ആ 2 എണ്ണത്തിന്റെയും കമ്പൈൻ ചെയ്ത് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ വരിക. എല്ലാത്തെയും പോലെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് ആ എൻറ്റയർ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ നഷ്ടപ്പെട്ടതിൽ കുറച്ച് എമൗണ്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അതിൽ കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുക. കോമ്പൻസേഷൻ കിട്ടാത്ത എമൗണ്ട് ഒരു എക്സ്പെൻസ് പോലെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ കേസിൽ വരേണ്ട അഡ്ജസ്റ്റ്മെന്റ്. Then the journal entry will be insurance company account debtor, loss of stock account debtor to trading account. എന്താണ് journal entry? Insurance company account debtor, ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ടിന് നേരെ എത്ര രൂപയാണ് ഇൻഷുറൻസ് കമ്പനിക്കാരൻ നമുക്ക് തന്നത് ആ എമൗണ്ട് എഴുതാം. ദെൻ ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ടിൽ എത്ര രൂപയാണ് അവർ തരാതിരുന്നത് അത് എഴുതാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്ത് എഴുതുക? എത്രയാണ് നമുക്ക് മൊത്തം നഷ്ടം വന്നത് അത് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അടുത്തത് പിന്നെ P&L അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട്. നമ്മൾ P&L അക്കൗണ്ടിൽ കോമ്പൻസേഷൻ വാങ്ങിച്ചല്ലോ, അതാണ് നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് രണ്ടാണ് ജേർണൽ എൻട്രി വരിക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റും പ്രത്യേകം എടുത്ത് പഠിക്കാം. അപ്പോൾ 3 കേസായിട്ടാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാനുള്ളത്. ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവട്ടെ, ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, എടുത്തിട്ടില്ല, അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ കോമ്പൻസേഷൻ കിട്ടിയോ, അല്ലെങ്കിൽ പാർഷ്യലായിട്ടാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് കോമ്പൻസേഷൻ കിട്ടിയെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ 3 കേസിലും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യുക. എത്ര രൂപയുടെയാണ് ടോട്ടൽ അസറ്റ് കത്തിപ്പോയത്, നഷ്ടമായത്, ആ എൻറ്റയർ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. എവിടെ? ട്രേഡിംഗ് അക്കൗണ്ടിൽ. അതാണ് 3 എണ്ണത്തിലും വേണ്ടത്. ദെൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ട് നഷ്ടപ്പെട്ടെങ്കിലും അതിന് കോമ്പൻസേഷൻ ഫുൾ എമൗണ്ട് ആര് തന്നു? ഇൻഷുറൻസ് കമ്പനി തന്നു, അതുകൊണ്ട് ഫുൾ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുക. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട എമൗണ്ടിന് കുറച്ച് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ തന്നു, കുറച്ച് നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. അപ്പോൾ കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. നഷ്ടപ്പെട്ട എമൗണ്ട് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും വേണം. ഓക്കെ, അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും കോമ്പൻസേഷൻ കിട്ടിയോ കിട്ടിയില്ല, എത്ര എമൗണ്ട് ആണെന്നോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ഒരു പ്രോബ്ലത്തിൽ വരട്ടെ, എല്ലാതും കൂടി ഒരു പ്രോബ്ലത്തിൽ വരില്ല. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ആദ്യത്തേത് ക്യാപിറ്റലാണ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്,
പർച്ചേസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ പർച്ചേസസ് നിന്ന് ലെസ് ചെയ്യണം. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. സെയിൽസ് റിട്ടേൺ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ബിൽഡിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. Freight trading account debit side. Trade expenses P&L account debit side. Advertisement P&L account debit side. ഇൻട്രസ്റ്റ് നോക്കുക. ഇൻട്രസ്റ്റ് എന്നാണ്, വേറെ റിസീവ്ഡ് ആണ് പെയ്ഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ബാലൻസ് നോക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് P&L അക്കൗണ്ട് ഡെബിറ്റ്. ഡിസ്കൗണ്ടും അതും പറഞ്ഞിട്ടില്ല, പെയ്ഡ് ആണോ റിസീവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലൻസ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, അപ്പോൾ ഇൻകം ആയിരിക്കും. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കും. ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബിൽസ് റിസീവബിൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഫർണിച്ചർ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. സാലറി P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഓക്കെ, അധികം ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നാമത്തത് പറയുന്നത് സ്റ്റോക്ക് ഓൺ 31/12/2018 വാസ് ₹1,500. എന്നത്തേക്കാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ആസ് ഓൺ 31st December 2018. 31st ഡിസംബറിലാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്ന ഡേറ്റും 31st ഡിസംബറിലത്തെ സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണത്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. അടുത്തത് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ₹600 ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ₹50. 600 rupees ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ടും 50 rupees ഡ്രോയിങ്സ് ആയിട്ടും ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും എമൗണ്ട് ആയിട്ടാണ് തന്നിരിക്കുന്നത്, പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 600 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും വേണം. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലോട് കൂടി ആഡ് ചെയ്യും വേണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് വരിക. നമ്മൾ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും വേണം. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റിയിൽ നിന്ന് ലെസ് ചെയ്യും വേണം. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കഴിഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കഴിഞ്ഞു. അടുത്തത് റൈറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് ₹100 ആൻഡ് മേക്ക് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 6%. ബാഡ് ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള ബാഡ് ഡെറ്റ്സ് ആണെങ്കിൽ ന്യൂ ബാഡ് ഡെറ്റ്സ് ആയിരിക്കും. അതുപോലെ ഒരു പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ ന്യൂ പ്രൊവിഷൻ ആയിരിക്കും. രണ്ടിനും അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? നമ്മൾ P&L അക്കൗണ്ടിലെ ഓൾഡ് ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനോട് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, ട്രയൽ ബാലൻസ് ഒന്ന് നോക്കുക. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഐറ്റങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലത്തെ പ്രോബ്ലത്തിൽ ന്യൂ പ്രൊവിഷൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ന്യൂ ബാഡ് ഡെറ്റ്സ് നമുക്ക് നേരിട്ടിട്ട് ഡെബിറ്റ് ചെയ്യാം. അതിനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ന്യൂ പ്രൊവിഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് എത്ര പെർസെൻറ്റേജ്? 6%. മറ്റേത് ബാലൻസിന് എമൗണ്ട് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ 6% ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിന് മുകളിലാണ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡെപ്റ്റേഴ്സിൽ നിന്ന് ആദ്യം ഈ 100 rupees ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മുകളിൽ 6% വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. രണ്ടും ന്യൂ ബാഡ് ഡെറ്റ്സും ന്യൂ പ്രൊവിഷനും P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അതിന് ന്യൂ ബാഡ് ഡെറ്റ്സിനോടൊപ്പം ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്താലും മതി. ദെൻ ബാലൻസ് ഷീറ്റിലെ ഡെപ്റ്റേഴ്സിൽ നിന്ന് രണ്ടും ലെസ് ചെയ്യണം. ആദ്യം ലെസ് ചെയ്യേണ്ടത് ന്യൂ ബാഡ് ഡെറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടേ ന്യൂ പ്രൊവിഷൻ ലെസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്ത അഡ്ജസ്റ്റ്മെന്റ്, എ ഫയർ occurred in the godown on 20th December 2018 and goods worth ₹1,200 was destroyed. Insurance company admitted the claim for ₹1,000 only. ഒരു ഫയർ ഉണ്ടായി എന്നാണ് 20th December, അതായത് നമ്മുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നേക്കാൾ 2 ദിവസം മുമ്പ് ഒരു ഫയർ ഉണ്ടായി. ഗുഡ്സ് വർത്ത് ₹1,200 വാസ് ഡിസ്ട്രോയിഡ്. 1200 രൂപ വിലയുള്ള ഗുഡ്സ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കമ്പനിക്ക് ഉണ്ടായ നഷ്ടം എത്രയാണ്? 1200 ആണ്. ഈ 1200 ആണ് നമ്മൾ ഏത് കേസായാലും, നമ്മളിപ്പോൾ ഏത് കേസാണ്, നമ്മൾ 3 കേസസ് പഠിച്ചു, അതിൽ ഏത് കേസാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ 3 കേസിലും നമുക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട് വെച്ചിട്ടാണ്? ഈ 1200 rupees വെച്ചിട്ട് നമുക്ക് നേരിട്ടിട്ട് പോയിട്ട് ക്രെഡിറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. ഏത് മെത്തേഡ് ആയാലും, ഇൻഷുറൻസ് എടുത്തതായാലും ശരി, എടുക്കാത്തതായാലും ശരി, ഇൻഷുറൻസ് ക്ലെയിം ഫുള്ളായിട്ട് കിട്ടിയതായാലും ശരി, പാർഷ്യലായിട്ട് കിട്ടിയതായാലും ശരി, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒരു വ്യത്യാസമില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം.
ഇനി എന്താ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ദ ക്ലെയിം ഫോർ ₹1,000 ഓൺലി. 1200 രൂപ വിലയുള്ള ഗുഡ്സ് കത്തിപ്പോയി. നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ എന്തായാലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് എ ക്ലെയിം ഫോർ ₹1,000 ഓൺലി. 1000 രൂപയ്ക്കുള്ള കോമ്പൻസേഷനെ കൊടുത്തുള്ളൂ. 1200 രൂപ നഷ്ടപ്പെട്ടെങ്കിലും 1000 രൂപയ്ക്കുള്ള കോമ്പൻസേഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 200 രൂപ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം for ₹1,200. അവിടെ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ കോമ്പൻസേഷൻ കിട്ടിയാലും എത്ര കിട്ടിയെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എത്ര രൂപയാണ് നമുക്ക് നഷ്ടം വന്നത് ആ എമൗണ്ട് നമുക്ക് നേരിട്ടിട്ട് ക്രെഡിറ്റ് ചെയ്യാം. അവിടെ യാതൊരു കൺഫ്യൂഷനും ആവശ്യമില്ല. 3 സിറ്റുവേഷനിലും ശരി നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ നമുക്ക് ഫയർ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അബ്നോർമൽ ഇവന്റ് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടത് ആ എൻറ്റയർ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. കോമ്പൻസേഷൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കിട്ടിയിട്ടുണ്ടോ അതോ പാർഷ്യൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1200 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് 1000 രൂപയോ കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കോമ്പൻസേഷൻ പെയ്ഡ് ഇൻ പാർഷ്യൽ. നമ്മൾ മൂന്നാമത് പഠിച്ച കേസാണ് വരിക. 3 അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്ന മൂന്നാമത് പഠിച്ച കേസാണ് വരിക. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലേക്ക് കാണിക്കണം. കാരണം അത് നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ കിട്ടാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് ഇനി ആരും തരാനായിട്ട് പോണില്ല, നമുക്ക് നഷ്ടം തന്നെയാണ്. ഈ കേസിൽ നമുക്ക് 1200 രൂപ നഷ്ടം ഉണ്ടായിട്ട് ഇൻഷുറൻസ് കമ്പനി എത്രയേ തന്നുള്ളൂ, 1000 രൂപയെ തന്നുള്ളൂ. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ അസറ്റ് സൈഡിലെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അവർ എത്ര രൂപ തന്നെ 1000 രൂപയിൽ 1000 രൂപ കാണിക്കുക. നേരത്തെ നമ്മൾ 1200 രൂപയാണ് മൊത്തം നഷ്ടമില്ല. 1000-ന് നമ്മൾ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി. 200-ന് നമ്മൾ നടത്തിയില്ല. അതായത് എന്താ ചെയ്യുന്നത്, നമുക്ക് ഇനി നഷ്ടമാണ്, ഇനി അതാരും നമുക്ക് തിരിച്ചു തരാനായിട്ട് പോണില്ല, നമ്മുടെ എക്സ്പെൻസ് ആണ്. P&L അക്കൗണ്ടിലെ ലോസ് ബൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 200 rupees ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച മൂന്നാമത്തെ കേസാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. കിട്ടാത്ത എമൗണ്ട് P&L അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും വേണം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ 1200 എഴുതാം, ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ 1000 rupees എഴുതാം, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ 200 rupees എഴുതാം. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം. അടുത്ത ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഇതിന് ഫർണിച്ചറിനെ 10% ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ചെയ്യലുണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, കൺസേൺഡ് അസറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. 10% ആണ്. അത് നമ്മുടെ അസറ്റിന്റെ മുകളിൽ 10% കാണും. ഓക്കെ, പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ആസ് ഓൺ 31st December 2018. അപ്പോൾ ദിവസത്തിലത്തെ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലത്തെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് ഞാൻ പറയണം, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഒറ്റയ്ക്കൊന്ന് റഫ് ബുക്കിലോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ നാളെ വരുമ്പോൾ അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കുക. ഞാനത് പറയുന്നത് എന്നാലാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.